ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ശിക്ഷിതകലജന ഗോവിന്ദ ഇക്ഷുസരേശ്വര ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ. അമ്പയ്ക്ക് ഒന്ന് മനസ്സിലായി, താൻ കൂടെ കൂടിയവരാരും തന്നെ തൻ്റെ ലക്ഷ്യം നിറവേറ്റിത്തരാൻ പ്രാപ്തരല്ല. ഇനി ഒരേ വഴിയുള്ളൂ, ദൈവം. ആ ദൈവത്തിനെ പ്രസാദിപ്പിച്ച് വരം വാങ്ങിക്കുക. അതിനുള്ള പുറപ്പാടിനാണ് കാട്ടിലേക്ക് കയറിപ്പോയത്. പരശുരാമൻ കൈയൊഴിഞ്ഞപ്പോൾ നേരെ കാട്ടിലേക്ക് പോയത് ഈ ഒറ്റ ഉദ്ദേശം കൊണ്ടാണ്. അവിടെ ചെന്ന് കഠിനമായ തപസ് തുടങ്ങി. തപസ്സിൻ്റെ ശക്തി വർദ്ധിച്ചപ്പോൾ അമ്പയിൽ പലതരം സിദ്ധികളും പ്രകാശിക്കാൻ തുടങ്ങി. പക്ഷെ അതിലൊന്നും അവർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരേ ഒരാവശ്യം, ഒരേ ഒരു ലക്ഷ്യം, ഭീഷ്മനോട് പക വീട്ടണം. അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ, വേറെ ഒരു ചിന്തയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെന്തായി, തപസ് ഇങ്ങനെ നടക്കുക. അവിടുന്ന് ഇങ്ങനെ എനിക്ക് നടക്കും. ഓരോരോ പുണ്യനദികളിൽ പോയി സ്നാനം ചെയ്യും, അവിടെ തപസ് ചെയ്യും. അവിടുന്ന് അടുത്ത പുണ്യനദിയിലേക്ക് പോകും, അവിടെ തപസ് ചെയ്യും. ഇങ്ങനെ തപസ് ചെയ്ത് ഇവർ പോകുന്ന സ്ഥലം വരെ പ്രകാശം പരക്കാൻ തുടങ്ങി. അങ്ങനെ തപസ് ചെയ്ത് നടക്കുമ്പോൾ ഒരു ദിവസം ഗംഗാദേവിയെ കാണുകയുണ്ടായി. ഇത്രയും വലിയ തപസ്വിനി ആരാണ് എന്ന് ഗംഗാദേവി ചോദിച്ചപ്പോൾ, ഞാനിങ്ങനെ അമ്പയാണ്, എൻ്റെ ജീവിതം ഭീഷ്മൻ എന്ന് പറഞ്ഞിട്ടൊരാൾ നശിപ്പിച്ചു, അദ്ദേഹത്തിനോട് പകരം വീട്ടാൻ വേണ്ടി തപസ് അനുഷ്ഠിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗംഗാദേവിക്ക് പരിഭ്രമായി. വലിയ തപസ്വിനി, തൻ്റെ മോനെയാണ് ഇവർ പകരം വീട്ടാൻ ഉദ്ദേശിക്കുന്നത്. അരുത് മോളെ, അദ്ദേഹം അങ്ങനത്തെ ആളൊന്നുമല്ല, നല്ല വ്യക്തിത്വമാണ്, അദ്ദേഹത്തിനോട് പകരം വീട്ടാനൊന്നും പോണ്ട, ഈ ജീവിതം സമ്പൂർണ്ണമാക്കൂ, ഭഗവാനിൽ ലയിക്കാൻ നോക്കൂ എന്നൊക്കെ ഉപദേശിച്ചു നോക്കി. ഇവിടെ മാറ്റമൊന്നുമില്ല, ഞാൻ അയാളോട് പക വീട്ടിയേ ഇരിക്കൂ. അപ്പോൾ പിന്നെ ഗംഗാദേവിക്ക് ദേഷ്യം വന്നു. നിൻ്റെ ഒരു ഭാഗം ശുഷ്ക നദിയായി പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്പയുടെ ഒരു ഭാഗം വെള്ളമില്ലാത്തൊരു നദിയായി തീർന്നു. എന്നാലും വിട്ടില്ല. ബാക്കി ഭാഗം കൊണ്ട് അമ്പ എങ്ങനെ ശിവഭഗവാനെ തപസ്സനുഷ്ഠിച്ചു. അവസാനം ശിവൻ പ്രത്യക്ഷനായി. എന്തു വരാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, എന്നെ, എൻ്റെ ജീവിതത്തെ താറുമാറാക്കിയ ഒരു വ്യക്തിയുണ്ട്, ഭീഷ്മൻ. അയാളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അതിന് അങ്ങ് എനിക്ക് വരം തരണം, വേറെ എനിക്കൊരു വരം വേണ്ട. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്പേ, നിൻ്റെ ആഗ്രഹം സാധിക്കും, പക്ഷേ ഈ ദേഹം കൊണ്ട് പറ്റില്ല. നിനക്ക് അടുത്ത ജന്മത്തിൽ അത് സാധിക്കും, ഒട്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു. അപ്പം അമ്പ ആലോചിച്ചു, ഇനി ഈ ശരീരം വെച്ചിട്ട് എന്താ ഗുണം, ഇതിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുക എന്നായി. അപ്പോൾ മുനിമാരൊക്കെ പറഞ്ഞു, ദൈവം തന്ന ഒരു വരാണ് ഈ മനുഷ്യജന്മം, അത് നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്, വേണ്ട, അതിനൊന്നും പോണ്ട അമ്പേ എന്ന് പറഞ്ഞു. അമ്പ അവരുടെയൊക്കെ ഉപദേശങ്ങളെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ചിത കൂട്ടി തൻ്റെ ദേഹം അതിൽ അർപ്പിച്ചു. അങ്ങനെ അമ്പയുടെ ഈ ജന്മം അവസാനിച്ചു. ഈ സമയത്ത് പാഞ്ചാല രാജാവ് പുത്രദുഃഖം, പുത്രന്മാരില്ല, ഇനി രാജ്യം ഞാൻ ആരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് ദുഃഖിച്ച് ഭഗവാൻ പരമശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പാഞ്ചാല രാജാവിനോട് പറഞ്ഞു, ഒട്ടും വിഷമിക്കണ്ട, താങ്കൾക്ക് ഒരു പുത്രി ഉണ്ടാവും. അയ്യോ, പുത്രിയാ? അതിലും വിഷമിക്കണ്ട, കാലക്രമേണ ആ പുത്രി പുത്രനായി മാറും എന്നും പറഞ്ഞ് പരമശിവൻ അപ്രത്യക്ഷനായി. ഭഗവാൻ എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത
സുഖിനോ ഭവന്തു.